ഹായ് ഗായ്സ്, ദിസ് ഇസ് മഹി ആൻഡ് യു ആർ വാച്ചിങ് മഹി ടോക്സ്. ഇവിടെ നമ്മൾ വളരെ റാൻഡം ആയിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. സോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയാണ്. ഓക്കെ, സിനിമയല്ല, ഒരു ഷോർട്ട് ഫിലിം. ഇത് റിലീസായിട്ട് ഒരാഴ്ചയായി. കുറെ പേര് ഇത് കാണും. ഒരുപാട് റിവ്യൂസ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇതിനെപ്പറ്റി ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്കിത് കാണാൻ പറ്റുന്നത് ഇന്നലെയാണ്. ഷോർട്ട് ഫിലിമിന്റെ പേര് ഗ്രാനി. ഒരു ദിവസം ഒരു 100 ഷോർട്ട് ഫിലിമെങ്കിലും നമ്മുടെ മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ റിലീസ് ആവാം. അതിനെല്ലാം റിവ്യൂസും ഉണ്ടാവാറുണ്ട്. ആൻഡ് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്രിയേറ്റർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. മലയാളത്തിലെ രണ്ട് നല്ല യൂട്യൂബ് ചാനൽ, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് നല്ല യൂട്യൂബ് ചാനൽസ് നടത്തിക്കൊണ്ടുവന്ന അനന്തരാമൻ ബ്രോയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് അറിയായിരിക്കും, അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സും നിസാരും. കോവിഡ് ടൈമിലായിരുന്നു ഞാൻ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുമ്പും യൂട്യൂബിൽ റോസ്റ്റ് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ക്യാമറയിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്ന ഒരു രീതി, ഐ മീൻ പുള്ളിയുടെ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ ഞാനും ക്യാമറയിലേക്ക് നോക്കിയിരുന്ന ഇങ്ങനെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിൽ ഒരു ഇൻസ്പിറേഷൻ പുള്ളിയാണെന്ന് തന്നെ പറയാം. എനിക്ക് പുള്ളിയെ നേരിട്ട് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ അത് പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് നിസാരം എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ അവർ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ആൻഡ് ദ ബോയ്സിന്റെ നേരെ ഐ മീൻ എന്താ പറയുക 360 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ചാനലായിരുന്നു നിസാരം എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ്, അതുപോലെ തന്നെ ബാക്കി സയന്റിഫിക് സബ്ജക്റ്റുകളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, അത് ശരിക്കും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു മലയാളം യൂട്യൂബ് ചാനലാണെന്ന് ഞാൻ പറയും. നിങ്ങളൊരു സയൻസ് എന്തൂസിയാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ചാനലാണ് നിസാരം എന്ന് പറയുന്നത്. അവരതിൽ പ്രസന്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി, കാര്യങ്ങൾ എല്ലാം ഭയങ്കര രസമാണ്. ലൈക്ക് ഈ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സിന് വളരെ കോമിക്കലായിട്ട്, ഐ മീൻ അത്യാവശ്യം ഒരു റോസ്റ്റിംഗ് രീതിയിൽ, ഒരു പോപ്പ് കൾച്ചർ രീതിയിൽ സംസാരിക്കുന്ന ആളായിരിക്കും ഇവിടെ നിസാരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറയുന്നത്. സോ പുള്ളിയുടെ സ്കില്ല് മനസ്സിലാവാൻ ഈ ഒരു രണ്ട് ചാനൽ തന്നെ ധാരാളം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം, ഈ ഷോർട്ട് ഫിലിമിനെ പറ്റി ഇവർ ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സോ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം വന്നപ്പോഴത്തേക്ക് ഇത് കാണണം എന്ന് എനിക്ക് മനസ്സിലായി. സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എനിക്ക് ഈ ഫിലിമിൽ അത്യാവശ്യം എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. സോ എക്സ്പെക്ടേഷൻസ് വെച്ച് തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇതെന്നെ ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായി സാറ്റിസ്ഫൈഡ് അല്ല, ബട്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ പോസിറ്റീവ്സ്. ഇതിന് മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ കഥ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, ഇത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സും ഒരു വോയിസ് ഓവർ, ഐ മീൻ ഒരു ഫോൺ കോളിൽ വരുന്ന ഒരു വോയിസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റഡ് ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു ലിമിറ്റഡ് സ്പേസിൽ ഒരു ഹൊറർ സൃഷ്ടിക്കുക എന്ന് പറയുന്ന പരിപാടി അതൊരു പുതിയ ആശയമൊന്നുമല്ല. ഒരുപാട് മൂവീസ് അത് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഒരുപാട് ഇംഗ്ലീഷ് മൂവീസും യൂട്യൂബിൽ തന്നെ ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഒരുപാട് ഡാർക്ക് അല്ല. ലൈക്ക് ആ ഫസ്റ്റ് തന്നെ ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു മുത്തശ്ശിയെ കാണുന്ന ഒരു സീനുണ്ട്. ഇതിലെ ഗ്രാനി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടറിനെ കാണുന്ന ഒരു സീനുണ്ട്. അപ്പം അതിൽ തന്നെ ഈ ഗ്രാനി ക്യാമറയിലേക്ക് നോക്കി, ഐ മീൻ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെയാണ് ആ ഒരു സീക്വൻസ്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു മൂഡ് ഭയങ്കരമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. ഒരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഈ കഥ ആ സമയത്തേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഹൊറർ മൂവീസ് ആണ് ഉള്ളത്. ഒന്ന് ഈ ജംസ്കിയർസും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് കാണുന്നോണ്ടിരിക്കുന്നവനെ പെട്ടെന്ന് പെട്ടെന്ന് ഞെട്ടിക്കുന്ന പരിപാടി. നമ്മുടെ ജെയിംസ് വാനൊക്കെ ഡയറക്ട് ചെയ്യുന്ന കോൺസറിംഗ് സീരീസുകളൊക്കെ പോലുള്ള സിനിമകളും, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ റിലീസ് ആവുന്ന മിക്ക ഹൊറർ മൂവീസും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ദ കൾട്ട്, ആകാശഗംഗയിൽ നിന്ന് തുടങ്ങിയാലും എല്ലാം തന്നെ ജംസ്കിയേഴ്സിന് മുന്നിൽ നിർത്തുന്നൊരു സിനിമകളാണ്. അതല്ലാണ്ട് രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്. അതാണ് ഒരു തരം ഒരു ഹൊറർ അറ്റ്മോസ്ഫിയറിനെ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് തുടങ്ങും. അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് തന്നിട്ട് പയ്യെ 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 പേടി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു തുടങ്ങും. അവർ നമ്മൾ എന്തെങ്കിലും കാണിച്ച് ബാ എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ഹൊറർ മൂഡ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ഫീഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ടെക്നിക്കാണ് ഈ ചില ഡയറക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഹെറിഡിറ്ററി. ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കിയാൽ അതിൽ അവർ ജംസ്കേഴ്സ്, 0 ജംസ്കേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ബട്ട് അതിലൊരു പെക്യൂലർ സീക്വൻസിൽ, ആ സീക്വൻസ് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോയി ഒരു പെക്യൂലർ സീക്വൻസിൽ നമ്മൾ ഞെട്ടി വിറച്ചു. ഓക്കെ, സോ അങ്ങനെ എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മലയാളത്തിലുണ്ട്. നമ്മുടെ മലയാളത്തിലെ ഭ്രമയുഗം ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു കാറ്റഗറിയാണ്. ഭ്രമയുഗം അത്ര പേടിക്കാനല്ല, പക്ഷേ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഫീഡ് ചെയ്യുന്നു. ഭൂതകാലം, അതിൽ ജംസ്കേഴ്സ് ഉണ്ടെങ്കിലും ഭൂതകാലം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു പരിപാടിയാണ് ഈ ഗ്രാനി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൽ ആ ഗ്രാനിയുടെ ഒരു ചിരിയും അതുപോലെ ആ വീട്, അത് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വീട്. മറ്റേ പഴയ തറവാട്, ഒറ്റപ്പെട്ട് കിടക്കുന്ന തറവാട് എന്നുള്ളൊരു സെറ്റപ്പ് ഒന്നും അല്ല. നമ്മളിപ്പോഴും ഈ കോട്ടയം, ഇടുക്കി മേഖലകളിലേക്കൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 ഏക്കർ പറമ്പിന്റെ അടുത്തൊരു വീടുണ്ടാവും. അവിടെ ആൾക്കാർ താമസം ഉണ്ടാവും. അങ്ങനത്തെ ചില വീടുകൾ വേണ്ടില്ല, കുറച്ച് പഴയ വീടുകൾ, ഓടിട്ട ചില വീടുകൾ, അവരവിടെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് താമസിക്കുമായിരിക്കും. പക്ഷേ ഒരു 1.5 ഏക്കർ റബ്ബർ തോട്ടത്തിന് അടുത്ത് ഈ ഒരു വീടേ കാണത്തുള്ളൂ. ഞാൻ കോട്ടയംകാരനാണ്, സോ ഇങ്ങനത്തെ വീടുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ വീട്, ഓക്കെ, ഒരു നോർമൽ വീട്. സോ ആ വീട്ടിലോട്ട് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ആ വീടിന് നമ്മളെ എങ്ങനെ, ഐ മീൻ ആ വീടിന്റെ ഒരു ലുക്ക് വെച്ച് നമ്മളെ അങ്ങ് പേടിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഒരു വീട് വെച്ച് അതിലൊരു ഹൊറർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീടാണ്, ലൈക്ക് ഒരു ഡോർ തുറന്നാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനത്തെ ഒരു വീട്ടിൽ അവരൊരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി.
സെയിം അപ്രോച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് മലയാളത്തിൽ ഭൂതകാലത്തിലും പിന്നെ തമിഴിൽ ഡിമോണ്ടി കോളനി ഫസ്റ്റ് പാർട്ടിൽ. രണ്ടിലും നോർമൽ വീടുകളാണ്, പക്ഷെ അത് വെച്ച് അവർ ഫോർമൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റിംഗ് ആണ് ഇതിൽ എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ രണ്ടാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ആക്ടിങ്. ഇതിന്റെ മെയിൻ ആയിട്ട് 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് KPSC ലീല മാം എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ എക്കോയിലൊക്കെ മ്ലാത്തിച്ചേർത്തേക്ക് ഇത് ഡബ് ചെയ്തത് ഈ ലീല മാം ആയിരുന്നു. അതുപോലെ പൂക്കാലം എന്ന് പറയുന്ന സിനിമയിലെ വിജയരാഘവന്റെ പേരായിട്ട് അഭിനയിച്ചത് പുള്ളിക്കാരിയായിരുന്നു. ഇപ്പോൾ Z5 സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി എന്ന് പറഞ്ഞൊരു സീരീസിൽ, ഞാൻ ആ സീരീസ് കണ്ടില്ല, അതിലൊരു ഗ്രാനി ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഓക്കെ, സോ പുള്ളിക്കാരിയാണ് ഇതിലെ പ്രൈം, ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആ വീട്ടിലേക്ക് എത്തുന്ന ആള് ഗ്രാനിയുടെ കെയർ ടേക്കറായിട്ട് അങ്ങോട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇവർ 2 പേരാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇവർ 2 പേരും അടിപൊളി ആക്ടിങ്. ഓക്കെ, ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭീകരമായിട്ട് ആ ചെറുപ്പക്കാരനിലേക്കാണ് ആദ്യം ആ ബ്രോയുടെ കാര്യം പറയാം. പുള്ളി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കങ്ങ് റിലേറ്റ് ചെയ്യാം ഇയാളെ ഭീകരമായിട്ട്. ഇയാളുടെ ഫ്ലാഷ് ബാക്കോ ഏതോ ഒരു സീനിൽ എന്തോ ഒന്ന് പറയുന്നു എന്നല്ലാണ്ട് ഇയാൾക്ക് അങ്ങനെ വലിയ ഫ്ലാഷ് ബാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നോർമലി ചെറുപ്പക്കാരൻ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്കൊക്കെ മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ഓൾമോസ്റ്റ് നമ്മളൊരു 20-22 വയസ്സ് കഴിഞ്ഞ എല്ലാ ചെറുപ്പക്കാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ക്യാരക്ടറിനെ നമ്മൾ റിലേറ്റ് ചെയ്യണം, അതിനവരൊരു ബാക്ക് സ്റ്റോറി വെക്കണം എന്നൊന്നും പറഞ്ഞ് വലിയ കാര്യമായിട്ട് ഇതിലൊന്നും എഴുതിയിട്ടില്ല. അവർ അതിന്റെ ആവശ്യമില്ല, ഷോർട്ട് ഫിലിമാണ്. സോ അങ്ങനെയാണെങ്കിലും ഈ ക്യാരക്ടറിന്റെ സംസാര രീതികളും ചില രാത്രികളിൽ ഇങ്ങനെ ഉറങ്ങാൻ കഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയുടെ നറേഷനിലാണ് ഈ സ്റ്റോറിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഈ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ചേഞ്ച് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അത് വളരെ നന്നായിട്ട് പുള്ളിയിട്ടുണ്ട്. പുള്ളിയുടെ വോയിസ്, ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് കേൾക്കുന്ന വോയിസ് ഇയാളുടേതാണ്. ഇയാളാണ് ഈ കഥ നമുക്ക് നറേറ്റ് ചെയ്യുന്നതും ഇയാളുടെ സംഭാഷണങ്ങളോടെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ദ നറേഷൻ വാസ് ടു ഗുഡ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പെക്യുലർ സീനിൽ ഇയാൾ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ഷോക്ക് ആവുന്ന ഒരു സീനുണ്ട്. ആൻഡ് ദാറ്റ് വാസ് പണ്ടും ഈ ഭൂതകാലത്തിൽ ഷൈനികം പേടിച്ച പോലത്തെ ഒരു സീക്വൻസ് ആയിരുന്നു. പക്ഷെ അതുപോലെ പേടിയല്ല, ഒരു സട്ടിലായിട്ടുള്ള ഞെട്ടലായിരുന്നു അത്. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളും അങ്ങനെ ഞെട്ടത്തുള്ളൂ, അല്ലാതെ വിളിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോഴത്തേക്കും ഇയാൾ ഈ ഗ്രാനിയായിട്ട് കമ്പനി ആവുന്നുണ്ട്. അതുപോലെ ചില പെക്യുലർ സിറ്റുവേഷൻസിൽ ഇവര് ഈ ഗ്രാനി കുറച്ചൊരു ക്രീപ്പി ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും ഇയാളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ ഓരോ തവണയും ഇയാളുടെ ഓണർ അല്ലെങ്കിൽ ഇയാൾ ഇവിടെ അപ്പോയിന്റ് ചെയ്ത ഏജന്റിന്റെ ഫോൺ വിളിക്കുന്ന രീതിയുണ്ട്. ഓരോ ഫോൺ കോളിലും പുള്ളിയുടെ ടോൺ മാറുന്നതും ചില പെക്യുലർ സിറ്റുവേഷൻസിൽ ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അതൊക്കെ നമുക്ക് എന്താ പറയുക അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. സോ കിഡ് ഗുഡ് ജോബ്. ഇനിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ KPSC ലീല മാം അവതരിപ്പിച്ച. പുള്ളിക്കാരിക്ക് പേരില്ല. ഓക്കെ, ഗ്രാനി നീ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നതല്ലാണ്ട് പുള്ളിക്കാരിയുടെ പേരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഓവറായിട്ട് അത് പറഞ്ഞു പോകുന്നില്ല. ഒരു പെക്യുലർ പോയിന്റ് ഒരു കഥ പറയുന്നുണ്ട്, പക്ഷെ ഇതും തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന ഒരു സ്പൂൺ ഫീഡ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ അധികം പറയാത്തത് നിങ്ങൾ ആ ഒരു സീരീസ് കാണുമ്പോഴത്തേക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോറി, ഈ ഷോർട്ട് ഫിലിം കാണുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഷി വാസ് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ഇവരൊരു ഒരു ചിരിയില്ല ക്യാമറയിലേക്ക് നോക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള സ്മെല്ല്. സാധാരണ ഇങ്ങനെ ഒരു 10-70 വയസ്സെത്തിയ ഒരു പഴയ നൈറ്റിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കിടക്കുന്ന കോഴിക്ക് തീറ്റ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു മുത്തശ്ശിനെ നമ്മൾ എല്ലായിടത്തും കണ്ടു കാണും. അങ്ങനത്തെ ചില അമ്മാമ്മമാര്, നമ്മളിവിടെ കോട്ടയസ്ഥലമൊക്കെ അമ്മാമ്മമാരെന്ന് വിളിക്കും. അങ്ങനത്തെ അമ്മാമ്മമാര് ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടും ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അവരുടെ സംസാരം ഒത്തിരി ഒരു എന്താ പറയാ ഒരു ഹാർഡായിട്ടുള്ള ടോണിലായിരിക്കും. എന്നാണ് ആ ഒരു രീതിക്കായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ നമുക്ക് അതൊരിക്കലും ഒരു ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഈ പുള്ളിക്കാരി ഫസ്റ്റ് നമ്മളെ ഈ ചെറുപ്പക്കാരനെ നോക്കുന്നുള്ള രീതിക്ക് ക്യാമറയിലേക്ക് നോക്കി നമ്മളെ നോക്കിയാണ് ചിരിക്കുന്നത്. അതുപോലെ പുള്ളിക്കാരി ചില വർത്താനം പറയുന്ന സീക്വൻസുകൾ ചില ടൈമിലൊക്കെ ഭയങ്കര നോർമലായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഇതിൽ ഓവറായിട്ട് എന്താ പറയുക കോസ്റ്റ്യൂം ചേഞ്ചുകളോ അല്ലെങ്കിൽ മേക്കപ്പ് ചേഞ്ചുകളോ ഒന്നുമില്ല. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഫസ്റ്റ് ഫ്രെയിമിൽ ഗ്രാനിയെ കാണുന്ന പോലെ തന്നെയാണ് ലാസ്റ്റ് ഫ്രെയിം വരെ പുള്ളിക്കാരി ഉള്ളത്. സോ ഈ ആക്ടിങ്ങിൽ ഈ ഐ മൊമെന്റ്സ്, ചിരി, അതൊക്കെ വെച്ചാണ് പുള്ളിക്കാരിക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. നടക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, ഒരു ചോറ്റുപാത്രം എടുത്ത റൂമിലേക്ക് നടന്നു പോകുന്ന ഒരു രീതിയുണ്ട്. ഈ പ്രായമായിരുന്നു നടക്കുന്ന പോലെ കുറച്ചൊന്ന് വളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഈ റൂമിലേക്ക് നടന്നു പോകുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഇയാൾ ഇയാൾ നോക്കുന്ന ഒരു രീതി എന്താ അല്ലേ. അപ്പം ഷീസ് ഗ്രേറ്റ്, ഒരു ഗ്രേറ്റ് ആക്ട്രസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന ചില നമ്മുടെ ഗോഡ് ലെവൽ ആക്ട്രസുകൾ ഉണ്ടായിരുന്നല്ലോ, സുമാരിയമ്മ, അതുപോലെ തന്നെ KPSC ചേച്ചി, ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുന്ന KPSC അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ആൾ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നില്ല. പിന്നെ ഒരു പെക്യുലർ മൊമെന്റ് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 minutes 6 minutes ഈ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പെക്യുലർ സീൻ. ആദ്യം ഇങ്ങനെ പയ്യെ തുടങ്ങുന്ന സംസാരം ഇങ്ങനെ വന്നങ്ങ് കേറി അങ്ങ് വരും. ഓക്കെ, ഇങ്ങനെ കേറി അങ്ങ് വന്നിട്ട് ഇവരുടെ വോയിസ് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം
നമ്മുടെ എക്കോയിൽ മ്ലാത്തിച്ചാർത്തിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് KPC ലീലാമണ്ണാണ്. ഓക്കെ, മ്ലാത്തിച്ചാർത്തി പഴയ കഥയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഏത് എന്നെ കൊല്ലാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, ആ ടോൺ അറിയല്ലോ. അപ്പൊ അതിങ്ങനെ ഇതിനെ കുറച്ച് വേറൊരു മോഡുലേഷനാണ്. കയറി 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 വന്നിട്ട് നമ്മൾ കേൾക്കുന്ന എന്താണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. എനിക്കിപ്പോൾ പറയുമ്പോഴേ ചില്ലാവുന്നുള്ളൂ. പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം ഒന്നും ഇപ്പൊ പറയുമ്പോൾ ചില്ലാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു മൂമെന്റിലേക്ക് എത്തിക്കുന്നുണ്ട് KPC ലീല. ഓക്കെ, സോ ദാറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ ലാസ്റ്റ് സീനിലാണെങ്കിലും പുള്ളിക്കാരിയുടെ ഒരു നടന്നു വരവുണ്ട്. അത് അമ്മൂമ്മയാണ്, പ്രായമായ അമ്മൂമ്മയാണ്. പിന്നെ ഇതിന്റെ പുറകില് ലൈക്ക് ഇതൊരു നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു സ്കേറി മൂവിയാണ്. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്യാവശ്യം പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എല്ലാ പേടിപ്പിരി കഥകൾക്കും ഒരു ചെറിയ ബാക്ക്ഡ്രോപ്പ് കാണുമല്ലോ. ഐ മീൻ അതിനെ സിനിമയിൽ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല എങ്കിലും എല്ലാ കഥകൾക്കും ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മിത്തിനെ ഒരു ഓവറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഈ KPC ലീല മാമിന്റെ ചെറിയൊരു നറേഷൻ ഉണ്ടെന്നല്ലാണ്ട് ഓവറായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെയാണ് നമുക്ക് പല രീതിക്ക് ഇന്റർപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മേ ബി ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ മേ ബി പുള്ളിക്കാരി കള്ളം പറഞ്ഞതായിരിക്കാം. ഓക്കെ, പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ഓപ്പൺ എൻഡിങ് ഉണ്ട്. ഒരു പെക്യുലർ സീനിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറ്റി ഓവറായിട്ട് സംസാരിച്ച സ്പോയിലറാവും. അപ്പം ഇതൊക്കെ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇന്റർപ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഇന്റർപ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെന്താ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിൻ സ്ട്രോം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് തന്നിട്ടാണ് ഈ ഷോർട്ട് ഫിലിം എൻഡ് ആവുന്നത്. മോർ ലൈക്ക് ആൻ ഓപ്പൺ എൻഡിങ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഓപ്പൺ എൻഡിങ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല, ബട്ട് എനിക്ക് സ്റ്റിൽ ഇത് വർക്കായി. ഓക്കെ, എനിക്ക് വർക്ക് ആവുകയും വർക്ക് ആവാതിരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഓപ്പൺ എൻഡിങ് ആണോ അതൊരു കംപ്ലീറ്റ് എൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കംപ്ലീറ്റ് എൻഡിങ് മാത്രമേ പ്രിഫർ ചെയ്യാറ്. പറയേണ്ടത് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ്, ഇതിന്റെ എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്. ഓക്കെ, കളർ ഗ്രേഡിംഗ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും നമ്മൾ റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന, ഐ മീൻ ലോഗിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫുട്ടേജിനെ ഏത് രീതിക്ക് കളർ ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് മാറും. ഒരു ഹൊറർ സ്റ്റോറി പറയുമ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു കളർ ഗ്രേഡ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു മാസീവ് ഹൊറർ സ്റ്റോറി അല്ലാത്തത് കൊണ്ട് അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നൈറ്റ് വിഷ്വൽസ് ഉണ്ട്. സോ ഇവർ കൊടുത്തിരിക്കുന്ന കളർ ഗ്രേഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മേക്കപ്പ് എന്ന് പറയാനാണെങ്കിൽ ഒറ്റ മേക്കപ്പേ ഉള്ളൂ. സോ അതിന്റെ കണ്ടിന്യൂറ്റി ത്രൂഔട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതൊരു 10-20 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും അല്ലെങ്കിൽ 10-40 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇത് അവർ എടുക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു കണ്ടിന്യൂറ്റി മേക്കപ്പിലാണെങ്കിലും അതുപോലെ കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ആർക്ക് വർക്ക്, നോർമൽ ഒരു വീടാണ്, അതൊരു വീട്ടിൽ തന്നെ അത് ഷൂട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു വീട് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നി. നോർമൽ ഒരു വീട് നമ്മളെല്ലാം കാണുന്നത്, നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു വീട്. ഓക്കെ, അതങ്ങനെ വേണം, അതിലാണല്ലോ അതിന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയാൻ വേണ്ടി ഇതിന്റെ മ്യൂസിക്. ഇതിന്റെ ക്രൂവിന്റെ പേര് ഞാൻ എടുത്തെടുത്ത് മെൻഷൻ ചെയ്യാതെ ചിലപ്പോൾ എനിക്ക് പേര് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. സോ ഇതിന്റെ മ്യൂസിക് നല്ല രസമായിരുന്നു. ഒരു സട്ടിലായിട്ട് തുടങ്ങി, പിന്നെ ഒന്ന് കയറി, പിന്നെ കുറച്ച് ഇറങ്ങി, അങ്ങനെ ഒരു സിക് സാഗ് എന്ന് പറഞ്ഞാൽ നൈസായിരുന്നു അതിന്റെ മ്യൂസിക്. ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാനും, ഞാനിപ്പോൾ പറഞ്ഞൊരു പെക്യുലർ സീക്വൻസിൽ ഈ KPC ലീല സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് മ്യൂസിക് ഇങ്ങനെ പൊങ്ങിയും താന്നും വരുന്നുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊക്കെ ഇതിന്റെ പോസിറ്റീവ്സ് ആയി തോന്നിയെങ്കിലും എനിക്കിത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാൻ തോന്നിയ ചില കാര്യങ്ങൾ, ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ്സ് കൂടി ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എല്ലാവർക്കും വർക്കാവുന്ന നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബേസിക്കലി ഓപ്പൺ എൻഡിങ്ങുകൾ ഇഷ്ടമല്ല. ഓക്കെ, എനിക്ക് ബേസിക്കലി ഓപ്പൺ എൻഡിങ്ങുകൾ ഇഷ്ടമല്ല. ഈ ഓപ്പൺ എൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് തീർന്നു കഴിയുമ്പോൾ അത് നമ്മൾ കണ്ട് തീർക്കാൻ വേണ്ടിയാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇത് അങ്ങനെയായിരിക്കും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര സാറ്റിസ്ഫൈ ചെയ്തൊരു കാര്യമില്ല. ഞാൻ ആ പ്രോഡക്റ്റ് എൻജോയ് ചെയ്യും ഓഫ് കോഴ്സ്, പക്ഷെ അത് കണ്ട് തീരുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു എൻഡിങ് ഇല്ലാത്തത് എന്താണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടാകും. അതിപ്പോൾ ഞാൻ ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്, ചില ബുക്സ് വായിക്കുമ്പോൾ അവർ അവിടെ കൊണ്ടുപോകുന്ന എന്താ നീ ഉദ്ദേശിച്ചേ. ഓക്കെ, അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു. എന്താ എഴുത്തുകാരന്റെ തലയിൽ ഇതിനൊരു ഓപ്പൺ എൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തോ വലിയ സെറ്റപ്പ് ആവുമെന്ന് തോന്നുന്ന രീതിക്കുള്ള ചില ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സിനിമകൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് മറ്റേ വൈറലാക്കിയ പോലെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്ത പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും. ഇതിന്റെ രണ്ടാം ഭാഗം എന്തെങ്കിലും വരുമോ? ഇല്ല. എന്നാൽ പിന്നെ എനിക്ക് ഒന്നാം ഭാഗത്തിൽ തന്നെ ഈ കഥ വൃത്തിയായിട്ട് പറഞ്ഞ് തീർത്തൂടെ, അതവർ ചെയ്യുന്നില്ല. ശരിക്കും എഴുത്തുകാരൻ അത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു മീറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ കാണുന്നവർ തന്നെ ആലോചിച്ച് വയ്ക്കുമല്ലോ. പിന്നെ നമ്മൾ ഇത്രയും ഇവിടെ കൊണ്ടുവന്നൊരു അത്യാവശ്യം നല്ല രീതിക്കൊരു എൻഡിങ് ഇട്ട് കൊടുത്താൽ ബാക്കി പോസിബിലിറ്റീസ് ആളുകൾ ആലോചിച്ചെടുത്ത് ഒരുമിച്ചോട് നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഒപ്പീനിയൻസ് ഡിഫറൻറ്റ് ആയിരിക്കാം, ബട്ട് ഓപ്പൺ എൻഡിങ് ഉള്ളൊരു കാര്യം എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരാറില്ല. ഓക്കെ, പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് കയറി വരുമ്പോഴത്തേക്കും ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്. ഈ ഗ്രാനി അതുപോലെ തന്നെ ഈ വന്ന ഒരു കെയർടേക്കറും തമ്മിലുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്കാരി പറയുന്ന ചില ഡയലോഗുകളുണ്ട്. അല്ലെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് അയച്ചൊരു വ്യക്തിയെ പറ്റി, ജോർജ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നേയും ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കുന്നില്ല. അപ്പോൾ പുള്ളിയെ പറ്റിയൊക്കെ അവൻ എൻ്റെ സ്വന്തം ആളാ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഡയലോഗുകൾ, ഇതിന് മുമ്പ് ഇവിടെ വന്നവർക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുള്ളിക്കാരുടെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് പോയി തീരാൻ പോകുന്നത്. ഓക്കെ,
ഇതിങ്ങനെയൊക്കെയാണ് പോയി തീരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവസാനം ഇവന്റെ ഗതി ഇങ്ങനെയായിരിക്കും. കാരണം അയ്യോ അത് പറഞ്ഞത് സ്പോയിലറായി പോകും. ഇപ്പോൾ എന്താ പറയാ, നമ്മൾ ക്ലീഷയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്ലീഷ എടുത്തിട്ട് അതൊരു ക്ലീഷ ആവുന്ന പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചെയ്താൽ അത് ക്ലീഷയെ ബ്രേക്ക് ആവും. ഇപ്പൊ ഒരു പഴത്തൊലി ചവിട്ടി തെന്നി വീണാൽ അത് ക്ലീഷയാണെന്ന് കരുതിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലീഷ എടുത്തിട്ട് എന്താ ചവിട്ടി തെന്നി വീഴാണ്ട് ചാടി അപ്പുറം കിടക്കുന്ന ഷോട്ടുകൾ കൂടുതൽ ഉപയോഗിച്ച് ഇപ്പൊ അതൊരു ക്ലീഷയാവുന്ന പരിപാടികളിൽ. അതുപോലെ പ്രേതപ്പടത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അവസാനമുണ്ട്. ആ അവസാനം മാറ്റാൻ വേണ്ടി വേറൊരു ക്ലൈമാക്സ് കൊണ്ടുവന്ന് ആ ക്ലൈമാക്സ് ഇപ്പൊ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അതൊരിക്കലും ഷോർട്ട് ഫിലിമിന് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് കണ്ടു. ഇതിങ്ങനെ തന്നെയായിരിക്കും തീരുക നമുക്കറിയാം. തുടക്കം കാണിക്കുമ്പോൾ തന്നെ ഒടുക്കം ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാവുന്ന ഒരു പ്രൊഡിക്റ്റബിലിറ്റി ഫാക്ടർ ഉണ്ട്. പിന്നെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം പീരീഡ് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ബട്ട് മൊബൈൽ ഫോണൊക്കെ ഒരുമാതിരി പോപ്പുലർ ആവുന്ന ഒരു കാലത്തിന് മുമ്പായിരിക്കണം ഇതവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്നതും അതൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ പവർ കട്ടുള്ള ഒരു ടൈമും കാരണമുണ്ട്. പവർ കട്ടുള്ള ഒരു ടൈമും ഒക്കെയാണ് ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാലഘട്ടം ആയിരിക്കണം. എങ്കിലും ആലോചിക്കുന്നത് ഇവിടെ ഇതിനു മുമ്പ് താമസിച്ചിട്ടുള്ളവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ, ഇയാളൊരു ഓർഫൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് താമസിച്ചിരുന്നവർക്കൊക്കെ ആരെങ്കിലും ഉണ്ടായിരിക്കത്തില്ലേ? അത് ഇയാൾ ഈ ഓർഫൻസിന് മാത്രമാണ് ഇങ്ങോട്ട് അയക്കുന്നത്. ഈ കെയർ ടേക്കർ ഇതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്രേ ഉള്ളൂ, അതിലൊരു ലോജിക്കില്ലേ? ആരെങ്കിലുമൊക്കെ അന്വേഷിക്കില്ലേ? ശരിയാണ്, ഈ 40 മിനിറ്റ് കഥയിലാവൊന്നും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് നമ്മളിപ്പോൾ ഒരു ഹൊറർ, ഇതിലൊരു പ്രേതം ഉണ്ടോ അല്ലെങ്കിൽ ഇതൊരു ഹൊറർ സിനിമയോടോ ഇതിലാണോ ലോജിക്ക് അപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു ഗോതിക് ബിൽഡപ്പ് ഒന്നും അവർ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇവിടെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചില കേസുകൾ ഉണ്ടാവുമല്ലോ. മനസ്സിലായോ? ഒരു പോലീസുകാരനെങ്കിലും ആ വീട്ടിൽ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉള്ളപ്പോൾ തന്നെയാണെങ്കിലും നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ പറയുക, ഈ ചില ചോദ്യങ്ങൾ ഉത്തരം തരാണ്ട് പോകുന്നുണ്ട്. അതൊക്കെ പിന്നെ ഇങ്ങനെ മൈൻഡിൽ കിടക്കും. ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് ഇഷ്ടം ഇപ്പോഴും കൂട്ടാം. അതിനിപ്പോഴും പറയും, ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ ആലോചിച്ച് ലെയറുകൾ കണ്ടെത്തുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ആ ഒരു പോർഷൻസ് ഒക്കെ ഇഷ്ടമാവും. പക്ഷേ എനിക്കത് അധികം അങ്ങനെ വർക്കായില്ല. മെയിനായിട്ട് എനിക്ക് ഇടിച്ചു തുടങ്ങിയത് ഇതിൻ്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഫാക്ടറാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് കഥയിൽ എന്തെങ്കിലും കാണിച്ചു നമ്മളെ ഞെട്ടിച്ചൊന്നുമില്ല. പെർഫോമൻസുകളാണ് അവർ ഞെട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു അടിപൊളി കഥയാണോ? അല്ല. ഓക്കെ, ഈ കഥ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കാര്യം. ഇത് യൂട്യൂബ് സ്പേസിലെ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ആണെന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് മലയാളം ഷോർട്ട് ഫിലിം ആണെന്നോ ബെസ്റ്റ് മലയാളം ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി ആണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. നല്ല പെർഫോമൻസുകളുള്ള അത്യാവശ്യം നല്ല മേക്കിംഗ് ഉള്ള ഒരു ആവറേജ് ഷോർട്ട് ഫിലിം. അതേ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ. ഓക്കെ, എന്നൊരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ ഇതൊരു എന്താ പറയുക മോശം സാധനമാണെന്നോ ഒന്നും അല്ല. ഇതൊരു നല്ല വാച്ചായിരുന്നു. പക്ഷേ എന്താ പറയുക, ഓവർ എക്സാജറേറ്റ് ചെയ്ത് പറയാനൊന്നുമില്ല. കാരണം അപ്പൂപ്പനെ പോയി ഇവിടെ നിസാരം പോലെ ഒരു യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തിരുന്ന ആളിൽ നിന്ന് ഞാൻ ഇത്തിരി കൂടി എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നതിലാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ടേഷൻ വെച്ചിരുന്നു. മേ ബി അതായിരിക്കാം. സോ എനിക്ക് ഗ്രാൻഡ് ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല മേക്കിംഗ് ഉള്ള ഒരു ആവറേജ് ഷോർട്ട് ഫിലിമായിട്ടാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരുന്നു നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ നല്ല മലയാളം ഷോർട്ട് ഫിലിംസ്, എനിക്ക് ഹൊറർ ത്രില്ലർ കാറ്റഗറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നല്ല മലയാളം ഷോർട്ട് ഫിലിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ പറയാം. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഏകദേശം 100 വ്യൂ ഉണ്ടായിരുന്നു. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മോട്ടിവേഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. താങ്ക് യു.